വീട്ടിലാട്ടി ഉണ്ടാക്കണ മേടിക്കണ പായസത്തിനാണ് ടേസ്റ്റ്. കാരണം മറ്റു പായസങ്ങളെക്കാൾ എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ് തിരുമാൻ പായസം. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. വർഷങ്ങളായിട്ട് പായസ രംഗത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിത് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമില്ല, സായിദ്. അപ്പോൾ നമുക്ക് പാലടയിൽ തുടങ്ങാം. ഹായ് സായിദ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതല്ല, സുഖം. തിരുമേനീസ് അല്ലേ? അതെ, പേരില് സായിദ്, ഷോപ്പിന്റെ പേര് തിരുമേനീസ്. അതെ, നമുക്ക് അതിനകത്തേക്ക് തന്നെ കിടക്കാം. ആയിക്കോട്ടെ. തിരുമേനീസ് എന്ന പേരിടാനാണ് എന്താണ് കാരണം? തിരുമേനിസ് പായസത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ആയിട്ട് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ 2010 ഞങ്ങൾ ആദ്യമായിട്ട് എറണാകുളത്ത് പങ്കനവിടിൽ ഓണം വ്യാപാരോത്സവത്തിൽ ഞങ്ങൾ തുടങ്ങി വയ്ക്കുമ്പോൾ ഇത്രത്തോളം വലിയൊരു ഇതിലേക്ക് മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു, സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഒരു ബ്രാഹ്മണൻ. പുള്ളി അന്നും ഇന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പുള്ളിയാണ് പറഞ്ഞത് എൻ്റെ പേര് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജസ്റ്റ് ഒരു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തിരുമേനി എന്ന് പറഞ്ഞിട്ട് നാമധേയം ഇട്ടത്. ഇപ്പോൾ അത് കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടത് ത്രൂ ഔട്ടായിട്ട് 360 ദിവസം കിട്ടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സാജി ഭായ്, ഈ പായസം അല്ലാണ്ട് നമ്മള് കുറെ ചിപ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, വറുത്തതും അച്ചാറൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വേറെയുള്ള വിഭവം? ഞങ്ങളുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം കൂടാതെ ബോളി ഉണ്ടല്ലോ, ബോളിയുണ്ട്. പിന്നെ അച്ചാറുകൾ, ഒരു 3 തരം അച്ചാറുകളുണ്ട്. അത് ഞങ്ങൾ തന്നെ പ്രൊഡക്ഷനാണ്. അതേപോലെ തന്നെ ഈ ചിപ്സ്, ചക്ക വറുത്തത്, അങ്ങനെ ശർക്കര പുരട്ടി, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ആയിട്ട് ഈ പായസത്തിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഞങ്ങളിപ്പോൾ അടുത്ത ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അതിന് ഫുൾ ഇതിലായിട്ട് അങ്ങോട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ നിൽക്കുക, ഈ 365 ദിവസവും അത് ഇവിടെ മുടക്കില്ല, സൺഡേ ദിവസങ്ങളിലും കിട്ടും. തീർച്ചയായിട്ടും അല്ലേ? ഉണ്ട്. ഞങ്ങളുടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് കിച്ചണിൽ തന്നെയാണ്. കിച്ചണിൻ്റെ ഉള്ള ഔട്ട്ലെറ്റ്, അതായത് ചക്രപ്പറമ്പിൽ ഔട്ട്ലെറ്റ് രാവിലെ 8 മണിക്ക് ആരംഭിച്ചാൽ വൈകിട്ട് 8 മണിക്ക് അവസാനിക്കും അവിടുത്തത്. പിന്നെ ബാക്കിയുള്ളത് എല്ലായിടത്തും നമ്മുടെ ഇരുമ്പനമായാലും പൊറ്റക്കുഴി, എറണാകുളം പൊറ്റക്കുഴി, കല്ലൂർ പൊറ്റക്കുഴി ആയാലും, പിന്നെ അതുകൂടാതെ എറണാകുളത്ത് പങ്കനവിടിൻ്റെ അടുത്തായാലും രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 10 മണി വരെയൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിയിലുള്ളത് രാവിലെ 11 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ എല്ലാ ഔട്ട്ലെറ്റും സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതെ, കൊച്ചിയിൽ രാത്രി, തോമ്പടിയിൽ രാത്രി 12 മണി വരെ ഉണ്ട്. അതെ. ഓക്കെ. അപ്പൊ ഈ 12 മണി സമയത്തും ആൾക്കാർ തീർച്ചയായിട്ടും കൊച്ചിയിൽ നല്ല ഇതാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാഫിന്റെ അതെ, അടുത്ത ദിവസം വീണ്ടും അവർ വരുന്നതിന്റെ പേരിൽ മാത്രം ആ സമയത്ത് നേരത്തെ 2 മണി വരെ ആയിരുന്നു. അപ്പോഴും നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ. അതെ അതെ, 12 ആക്കിയത് അത്. അപ്പൊ നമ്മൾക്ക് 5 ഔട്ട്ലെറ്റ് ആണല്ലോ, അതെ അല്ലേ? നമ്മുടെ ഈ 5 ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. നമ്മുടെ പ്രേക്ഷകർക്ക് എവിടെയൊക്കെയാണെന്ന് ഒന്ന് വിശദമായിട്ട്? തീർച്ചയായിട്ടും. അതായത് കൊച്ചിയിലുള്ള, പശ്ചിമ കൊച്ചി, പള്ളൂരുത്തി, എടക്കൊച്ചി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, ചെല്ലാനം, അങ്ങനെ ആ ഏരിയയിലുള്ള എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മൾ തോപ്പും വഴിയിൽ പ്യാരി ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിന് തൊട്ട് തന്നെയാണ് അവിടെ നമ്മൾക്ക് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് തൃപ്പൂണിത്തുറ ഭാഗത്തുനിന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇരുമ്പനത്ത് പോയിട്ട്, അതായത് തൃപ്പൂണിത്തുറ സൈഡ്, കരിങ്ങാച്ചിറ, മുളന്തുരുത്തി, അങ്ങനെയുള്ള ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പനം ഭാഗത്ത് പോയി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കലൂർ പൊറ്റക്കുഴിയിലുണ്ട്. ഇപ്പോൾ അത് നമ്മളെ ഈ പച്ചാളം, വടല, ചിറ്റൂർ, അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഭാഗത്ത് തുടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ കാക്കനാട് സൈഡിൽ തുടങ്ങിയിട്ടില്ല. അതിന് ഓൺലൈനിൽ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ കിച്ചൺ ഭാഗത്തുനിന്ന് ചക്രപ്പറമ്പിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ 365 ദിവസം കിട്ടുന്നത് വളരെ എറണാകുളം ജില്ലയിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംരംഭം കണ്ടിരിക്കുന്നത്, ഒരു ബിസിനസ്. ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള
സാഹചര്യം എന്താണ്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷത്തെ ആദ്യം എന്തായിരുന്നു സാഹിത്യം ചെയ്തത്? അല്ല, എനിക്ക് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ബിസിനസ് ആയിരുന്നു. അത് ഫാദറിന് ചെറുപ്പം മുതലേ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. പാരമ്പര്യമായിട്ട് പഠിത്തത്തിലും കൂടുതൽ ഇൻട്രസ്റ്റ് കച്ചവടത്തിലേക്കായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ 3 ആൺമക്കളാണ് ഉള്ളത്. ഇവർക്ക് എല്ലാവർക്കും പഠിക്കാനും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്സിലേക്കാണ്. അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുമ്പോഴത്തേക്കാണ് ഞാൻ പർച്ചേസിന് പല സ്ഥലങ്ങളും, പല കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഇങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ പോയി പർച്ചേസ് ചെയ്യാറുണ്ട്. ഇന്ത്യയുടെ നാനാ ഭാഗത്തും പോയി പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ അവിടെ കുറച്ച് തോട്ടങ്ങളെടുത്ത്, അതെ, ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് തോട്ടങ്ങളെടുത്തു. തോട്ടങ്ങളെടുത്ത് സ്വന്തമായിട്ട് ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ചെയ്തു വരുന്നുണ്ട്. ആ ബിസിനസ്സിന് ഒരു മാറ്റമില്ല. അതെ, അത് നടക്കുന്നുണ്ട്. എന്റെ ഫാദർ ഇപ്പോഴും അത് ബിസിനസ് ചെയ്ത് നടക്കുന്നുണ്ട്. ഞാൻ മാത്രം ഈ ഒരു ലൈനിലേക്ക് മാറിയിട്ട് എന്റെ മോനെ കൂടിയിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും എന്റെ ബിസിനസ് നടക്കുന്നുണ്ട്, നിലവിൽ നടന്നു പോകുന്നുണ്ട്. അതെ, അതെ, ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് യാദൃശ്യമായിട്ടാണ് ഇതിൽ വന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഒരു ഓണത്തിന് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. വെറുതെ ഓണം കഴിഞ്ഞാൽ ആരും പായസം കുടിക്കില്ല എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞങ്ങളുടെ മനസ്സിലെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കുണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സും വന്നു തുടങ്ങി. സ്ഥിരമായിട്ട് അവർ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചപ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങനെ ഇങ്ങനൊരു ആശയം വന്നത്. ഇപ്പോൾ കുറച്ച് മുൻപ് ഒരു ഫാമിലി വന്നിട്ട് പായസം കുടിച്ചു. അപ്പോൾ ഞാൻ അവരോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത്, എന്തഭിപ്രായമാണെങ്കിലും, അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലതാണെന്ന് പറയാൻ വേണ്ടി പറയാനല്ല, നിങ്ങൾക്ക് എന്താണോ അതാണ് അവരുടെ അഭിപ്രായം. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? അതെ, എന്താണെങ്കിലും, അതായത് നിങ്ങളുടെ എന്താണെന്നുള്ളത് പോരായ്മയുണ്ടെങ്കിലും പറയാൻ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അല്ലാതെ ഇത് പറയാതിരുന്ന് നമുക്ക് തെറ്റ് അറിയാൻ പറ്റില്ല. അപ്പൊ അവര് നല്ലത് തന്നെ പറഞ്ഞു. അവര് വർഷങ്ങളായിട്ട് നമ്മളിന്ന് വാങ്ങുന്നതാണ്, ഓണത്തിന് വാങ്ങുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങിയതിന് ശേഷം അവർ പല പ്രാവശ്യം അവിടെ ഒന്ന് വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞു. അവർ പറയുമ്പോഴേ ഞാൻ അറിയുന്നത്, അത് പറയുമ്പോ തന്നെ തീർച്ചയായിട്ടും മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. നമുക്ക് ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് പറയണേ, ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് വന്ന് മേടിക്കാറുള്ളത്. ഇപ്പൊ അവര് തൊട്ടടുത്ത് എത്തി എന്നുള്ള സന്തോഷമാണ് അവർ പറയുന്നത്. അതെ, അതെ, അത് ഇക്കൾക്ക് വളരെ 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 സന്തോഷമാണ്. അതെ, നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോ ആ ഒരു എന്താ പറയാ, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? അല്ല, നമ്മള് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷേ കൊടുക്കുന്ന സാധനത്തിന്റെ മൂല്യം അവർക്കൊരു, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാല് പൈസ ഒരു വിഷയമല്ലാത്തൊരു കാലഘട്ടമാണ്. നല്ല സാധനം, ക്വാളിറ്റിയുള്ള സാധനമാണ് അവർക്ക് വേണ്ടത്. വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു. എന്താണെങ്കിലും ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന സാധനം, നല്ല സാധനം ക്വാളിറ്റിയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് കൈവിട്ട് സ്വീകരിക്കുന്നതിന് നല്ലൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ ഇത്രയും നാളായിട്ട് ഒരു ചുരുക്കം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആൾക്കാരോട് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം അത് പണം പിന്നീട് നമുക്ക് വരും. കച്ചവടം ആയിക്കഴിഞ്ഞാൽ പണം നമ്മുടെ പുറകെ വന്നോളും. ഞാൻ ആദ്യം കച്ചവടമാണ് നോക്കുന്നത്. വരുന്ന കസ്റ്റമറോട് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടെങ്കിലോ അത് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരും നല്ലൊരു തൃപ്തിയോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ വന്ന് തുടങ്ങിയിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പാലട കഴിച്ചു, ഇപ്പോൾ ഗോതമ്പ് കഴിച്ചു. ഇങ്ങനെ ഓരോന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ വ്യത്യാസമുണ്ട്. ഞാനൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല, നമ്മൾ കഴിക്കുന്ന ആ ഏത് പായസമാണെങ്കിലും നമ്മൾ പുറത്ത് കഴിച്ചതിനെക്കാട്ടിയും കുറച്ചൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഞാനെപ്പോഴും എല്ലാവരും പറയുന്നത് നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. അത് മോശമാണെങ്കിലും ശരി, നല്ലതാണെങ്കിലും ശരി. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ ഒരാളോട് ഞാൻ നല്ലതാണെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഏതാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. മോശമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ മോശമാവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകര് ഒറ്റക്കുഴിയിലുണ്ട്, തോപ്പുംപൊടിയിലുണ്ട്, തൃപ്പൂണിത്തുറയിലുണ്ട്, ചക്കരപ്പറമ്പിലുണ്ട്. ഈ 5 സ്ഥലങ്ങളുള്ളത്. താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് ടൈമിലും, അതായത് രാത്രി 12 മണി വരെ തോപ്പുംപൊടി കിട്ടും. ഒറ്റക്കുഴിയിൽ എത്ര മണിയാണ്? ഒറ്റക്കുഴിയിൽ 10 മണി വരെ. 10 മണി വരെ. അത് ഓരോ സ്ഥലത്തിന്റെ അനുസരിച്ചിട്ട് ടൈം ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്
എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മള് ഡെലിവറി ഉണ്ടോ? ഇതെല്ലാ സ്ഥലത്തും സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈൻ ഉണ്ട്. അപ്പൊ പിന്നെ വല്ല എന്തെങ്കിലും ബർത്ത്ഡേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾ അങ്ങനെ ഏത് തരത്തിലുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കുറച്ചധികം മുന്നോട്ട് പോവുക. ഒരുപാട് പേര് ഫ്രാഞ്ചൈസി ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇതില് ഫ്രാഞ്ചൈസി അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അതെ. ഇത് മറ്റുള്ള സാധനം പോലെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനമല്ല, ഡെയിലി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ഫ്രാഞ്ചൈസി പേര് മാത്രം അവർക്ക് കൊടുത്തിട്ട് അവരെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരിയാവില്ല. അവര് അങ്ങനെ പേര് വെച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് മാത്സത്തെ കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് സംസാരിച്ചത്. അതെ. ഇനി നമുക്ക് ഫാമിലിയെ കുറിച്ച് പോവാം. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് വെച്ചാല് ഇതിൽ തന്നെയാണ്. കാരണം തിരക്ക് എവിടെ കണ്ടാലും ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ ഫോണില് ഓരോ ഔട്ട്ലെറ്റിലെ ഓരോ കാര്യം ഇപ്പൊ ഇത് ചെയ്തു. ഒരാൾ യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വൈഫ് മെസ്സേജ് ചെയ്തു. ഞാനപ്പോൾ അത് വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചാല് ആ കറക്റ്റ് സൈസുള്ള സാധനമില്ല, അത് എത്തുന്നു. അത്രത്തോളം അതിൻ്റെ അകത്ത് കെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ഔട്ട്ലെറ്റിലും നോക്കി അത് വീട്ടിൽ തന്നെ വീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിലും എന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അപ്പൊ എനിക്ക് അത് ഇൻഫർമേഷൻ തരുന്നുണ്ട്. പിന്നെ എൻ്റെ മോന് ഇതിന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഇത്ര നെറ്റ്വർക്ക് എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എന്റെ മോനും കൂടി ഇതിന്റെ അകത്തുണ്ട്. പിന്നെ എത്ര പേരാണ് മക്കള്? മക്കള് 2 പേര്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. വൈഫാണ് ഹൗസ് വൈഫ്. അതെ. ഈ ബിസിനസ്സിലേക്കാണ് ഈ ബിസിനസ്സിൽ അവൻ CA-ക്കാണ് പോയിക്കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പക്ഷെ ഇപ്പൊ വാപ്പയുടെ ബിസിനസ്സിലേക്ക് ബിസിനസ് ആണല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച്. ഇനിയിപ്പോ ന്യൂ ജനറേഷനിലേക്കാണോ ഇത്. ഞാനിപ്പോ നമ്മളുടെ പണ്ടത്തെ പോലെ മനസ്സിൽ സ്പീഡ് എന്നുണ്ടെങ്കിൽ ശരീരം കൊണ്ട് അങ്ങനെ എത്തിയെന്നല്ല. അത് തന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണ്. അതെ അതെ അല്ലേ? അതെ. ഈ ന്യൂജൻ കാലഘട്ടത്തില് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാവും. അല്ല, ഇത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നാലും കിച്ചണിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ ഞാൻ അവസാനിക്കുന്നവരെ ഞാൻ അതിൽ അറിയുന്നുണ്ട്. കാരണം അതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം അതിൽ നമ്മൾ ഇൻവോൾവ് ആവണം. ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും നമ്മളത് ഇൻവോൾവ് ആയാലാണ് നമുക്കത് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ എല്ലാ സ്ഥലത്തും സെറ്റാണ്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. പിന്നെ ഉണ്ടാക്കുന്ന കിച്ചണിലാണ് എൻ്റെ മെയിൻ ഇത് വരുന്നത്. ഞാൻ ഭൂരിഭാഗം സമയവും എനിക്ക് അവിടെ തന്നെ ഉണ്ടാവുന്നത്. രാവിലെ തുടങ്ങിയിട്ട് ഞാൻ ഉണ്ടാക്കി കഴിയുന്നവരെ മിക്കവാറും ഞാൻ അവിടെ തന്നെ ഉണ്ടാവുന്നത്. കാരണം തീർച്ചയായിട്ടും അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നമ്മൾ പുറത്തേക്ക് വിടാറേ ഇല്ല. അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. മധുരം കൊടുത്ത് ആൾക്കാരെ ആകർഷിക്കാനായിട്ട് അല്ലേ? അതെ. എല്ലാവർക്കും മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല അല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകൾ കൂടുതൽ ബിസിനസ് ഉണ്ടാകട്ടെ എന്ന് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. താങ്ക് യു.